വെറും 5 ദിവസം കൊണ്ട് MEG 1 എങ്ങനെ പഠിക്കാം എന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അന്ന് പഠിച്ചിട്ടുള്ള ജൂൺ 2025 MEG 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3, cultural and political factors that led to the making of Milton as the major English epic poet. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് അത് കണ്ട് മനസ്സിലാക്കുക, പഠിക്കുക. John Milton became the greatest English epic poet because of the cultural, political and religious changes that took place during the Renaissance period. The Renaissance was not only a literary revival, but also a movement that influenced religion, politics, and society. During the Tudor period, literature flourished and people began to question traditional beliefs and authority. The power of the king was challenged by Parliament, and many social religious reforms were taking place. ജോൺ മിൽട്ടൺ ജീവിച്ചിരുന്നത് റിനൈസൻസ് പീരീഡിലാണ്. അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലിറ്ററേച്ചറിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് പൊളിറ്റിക്സ്, അതുപോലെ റിലീജിയസ് ആസ്പെക്ട്സ്, അതുപോലെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളായാലും ലിറ്ററേച്ചർ ആയാലും ഇതിനെക്കുറിച്ച് വാസ്റ്റ് നോളജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളിലെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ വർക്ക്സുകൾ, അദ്ദേഹത്തിൻ്റെ പോയംസ് എല്ലാം തന്നെ ഒത്തിരി വാല്യൂ നൽകപ്പെട്ടിട്ടുള്ളതായിരുന്നു ഈ പറയുന്ന റിനൈസൻസ് പീരിയഡിൽ. അന്നത്തെ സൊസൈറ്റിയിൽ ഡ്യൂറിങ് റിനൈസൻസ് പീരിയഡ് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് ലിറ്ററേച്ചറിൽ മാത്രമല്ല, മറിച്ച് സൊസൈറ്റിയിൽ റിലീജിയൻ, പോളിറ്റിക്സ്, അങ്ങനെ ഈ സൊസൈറ്റിയിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ആ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ട്യൂഡർ ഡൈനസ്റ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ട്യൂഡർ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയങ്ങളിൽ ലിറ്ററേച്ചർ നല്ല രീതിയിൽ തന്നെ ഫ്ലറിഷ് ചെയ്തിരുന്നു. വ്യക്തികളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ട്രഡീഷണൽ ബിലീഫ്സിൻ്റെ ആവശ്യകത, അതുപോലെ അതോറിറ്റിയുടെ ആവശ്യകത എന്നൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി. അന്നുണ്ടായിരുന്ന രാജാവിന് പോലും ഒരു രാജാവ് എന്നുള്ളതൊരു ചോദ്യചിഹ്നം മാത്രമായി മാറി. അവരെന്തിനാണ് ഈ പറയുന്ന രാജാവിൻ്റെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ പവർ എന്നൊക്കെ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് പാർലമെൻറ്റൊക്കെ വന്നതും. ആ സമയത്ത് തന്നെ സമൂഹത്തിൽ റിലീജിയസ് റീഫോംസും ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. Milton closely observed the political and social conditions of his age. He wrote extensively about the problems of society and expressed his views on important public issues. The conflicts between the king and parliament, as well as the religious disputes of the time, greatly influenced his writings. These issues became central themes in his epic poem Paradise Lost. ഞാൻ പറഞ്ഞു, മിൽട്ടൺ ഓൾറെഡി ഈ പറയുന്ന പൊളിറ്റിക്സിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അതൊക്കെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലും അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് നടന്നിരുന്ന സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസും അവിടെ കണ്ടിരുന്ന പല കാഴ്ചകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് ഇഷ്യൂസും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൊണ്ടുവന്നു. അന്നത്തെ സമൂഹത്തിൽ എന്തിനാണ് ഒരു രാജാവ് എന്നുള്ള ചോദ്യം, അതുപോലെ പാർലമെൻറ്റിൻ്റെ ഒരു ആവശ്യകത, ഈ കിങ്ങും പാർലമെൻറ്റും തമ്മിലുള്ള ഇങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റ് വലിയ രീതിയിൽ അത് സമൂഹത്തിന് ഒരു കോളിളക്കം നടത്തിയ കാര്യമാണ്.
അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ റിലീജിയസ് ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടായിരുന്നു, അതും അദ്ദേഹം എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇതെല്ലാം ഈ തീമുകളെല്ലാം തന്നെ മൈൻഡിൽ വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പോയമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള പോയമാണ് പാരഡൈസ് ലോസ്റ്റ്. The Renaissance also encouraged humanism and individual thinking. Literary works of Milton's period focused on religious questions and human values. Milton combined these ideas in his poetry. He believed that literature should teach moral and religious truth. In Paradise Lost, he states that his purpose is to justify the ways of God to men. Thus, his epic reflects both religious faith and Renaissance humanism. റിനൈസൻസ് പീരീഡിൽ വ്യക്തികളിൽ കൂടുതലും എൻകറേജ് ചെയ്തിരുന്നത് ഹ്യൂമാനിസത്തെക്കുറിച്ച് ചിന്തിക്കാനും ഓരോ വ്യക്തികളിലും സ്വന്തമായിട്ട് ചിന്തകൾ വളർത്താനുള്ള ഒരു കഴിവുമായിരുന്നു ഈ റിനൈസൻസ് പീരീഡിലെ വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ മിൽട്ടൻ്റെ ലിറ്റററി വർക്ക്സുകളിൽ പലപ്പോഴും അദ്ദേഹം റിലീജിയസ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടും ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചിട്ടും ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഇതെല്ലാം തന്നെ, ഈ ഐഡിയകളെല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ പോയട്രികളിൽ കൂടിയായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മോറൽ വാല്യൂസ് ടീച്ച് ചെയ്യേണ്ടതും റിലീജിയസ് ട്രൂത്ത് പ്രൊക്ലെയിം ചെയ്യേണ്ട ഒന്നുമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇൻ പാരഡൈസ് ലോസ്റ്റിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോഡ് ടു മെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ വഴികൾ എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യേണ്ടത് വ്യക്തികളിൽ കൂടിയാണ് എന്നുള്ള രീതിയിലാണ്. ദസ് ഹിസ് എപ്പിക് റിഫ്ലെക്ട്സ് ബോത്ത് റിലീജിയസ് ഫെയ്ത്ത് ആൻഡ് റിനൈസൻസ് ഹ്യൂമാനിസം. അദ്ദേഹത്തിൻ്റെ എപ്പിക് വർക്കിൽ കൂടുതലും റിഫ്ലക്റ്റ് ചെയ്തിരുന്നത് റിലീജിയസ് ലൈഫും അതുപോലെ തന്നെ റിനൈസൻസ് ഓഫ് ഹ്യൂമാനിസത്തിനുള്ള ഒരു പ്രാധാന്യവുമാണ് ഇവിടെ കാണുന്നത്. Milton was also influenced by classical literature, though he wrote short lyrical poems such as El Allegro and Second Penseroso. He adopted the classical epic form for Paradise Lost. Unlike earlier poets who unsuccessfully attempted to write English epics, Milton succeeded because he used the epic form to represent the real issues of his age. He did not merely imitate classical models but adapted them to discuss contemporary struggles between religion and the state. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പോയം എൽ അലേഗ്രോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് എക്സാമിന് വന്നിട്ടുണ്ട് അതിൻ്റെ ലൈൻസ് അല്ലേ. അപ്പോൾ ആ പോയം എഴുതിയിട്ടുള്ളതും അതുപോലെ തന്നെ പെൻസിലേഴ്സോ സെക്കൻഡ് അത് എഴുതിയിട്ടുള്ളതും മിൽട്ടൺ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കാണണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാരഡൈസ് ലോസ്റ്റും വളരെ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. പല ഇംഗ്ലീഷ് പോയറ്റ്സും അവർ ഇംഗ്ലീഷ് എപ്പിക്സ് എഴുതാനായിട്ട് ശ്രമിച്ചിരുന്നു, പക്ഷെ അത് ഒന്നും സക്സസ് ആയിരുന്നില്ല. അതേസമയം മിൽട്ടൻ്റെ പോയംസ് എല്ലാം തന്നെ, എപ്പിക്സുകളെല്ലാം തന്നെ സക്സസ് ആയി. അതിന് വലിയൊരു കാരണം അദ്ദേഹം അന്ന് നടന്നിരുന്ന റിയൽ ഇഷ്യൂസ് ആണ് പകർത്തി എഴുതിയിരുന്നത്. മിൽട്ടൺ എഴുതിയത് ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണെങ്കിൽ കൂടി ആ ഒരു ക്ലാസിക്കൽ മോഡലിൽ അദ്ദേഹം എഴുതിയിരുന്നെങ്കിലും കോണ്ടംപററി സ്ട്രഗിൾസ്, അത് ആ ലൈവായിട്ട് നടന്നിരുന്ന സ്ട്രഗിൾസ്, സഫറിങ്സ്, അവിടുത്തെ റിലീജിയനെ കുറിച്ചിട്ട്, സ്റ്റേറ്റിനെ കുറിച്ചിട്ട് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പോയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. Another important factor was the rise of Puritanism. Puritan ideas emphasized individual responsibility, free will, and moral discipline. These themes are clearly seen in Paradise Lost, especially in the discussions between Adam and Eve.
Milton also explored the position of women and questions of individual freedom and authority. റിനൈസൻസ് പീരീഡിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് റൈസ് ഓഫ് പ്യൂരിറ്റാനിസം. പ്യൂരിറ്റാനിസത്തിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, ഫ്രീ വിൽ, അതുപോലെ മോറൽ ഡിസിപ്ലിനാണ്. അപ്പോൾ ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന മിൽട്ടൻ്റെ വർക്കിൽ ഈ പറയുന്ന പ്യൂരിറ്റാനിസത്തിൻ്റെ തീം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എസ്പെഷ്യലി അദ്ദേഹം ആഡം ആൻഡ് ഈവ് ഇവരുടെ ആ ഒരു ഇവരെ റിലീജിയസ് വ്യക്തികളായിട്ടുള്ള ബിബ്ലിക്കൽ റിലീജിയസ് വ്യക്തികളായിട്ടുള്ള ആഡം ആൻഡ് ഈവ് ഇവരെ ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന വർക്കിൽ കൂടെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ബിഹൈൻഡിലുള്ള കാര്യം എന്ന് പറയുന്നത് ആഡം ആൻഡ് ഈവ് ഒബീഡിയൻസിന് പകരം, അനുസരണയ്ക്ക് പകരം ഡിസൊബീഡിയൻസ് ആണ് നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അവരുടെ ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ആഡമിനും ഈവിനും ഫ്രീ വിൽ നൽകിയിരുന്നു, റെസ്പോൺസിബിലിറ്റി നൽകിയിരുന്നു. പക്ഷെ അവർക്കത് ആ ഒരു മോറൽ ഡിസിപ്ലിൻ അവർ തെറ്റിച്ചു. അപ്പോൾ ഇവിടെ മിൽട്ടൺ ഈ ഒരു പാരഡൈസ് ലോസിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത് വിമണിൻ്റെ ഒരു പൊസിഷൻ കൂടിയാണ്. അതിനാണ് ഈവിനെ അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. അത് അന്നത്തെ വിമണിൻ്റെ പൊസിഷനെയാണ് ഈവ് എന്ന ഒരു കഥാപാത്രത്തിൽ കൂടെ അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇൻഡിവിജ്വൽ ഫ്രീഡത്തെയും ഓട്ടോണമിയെയും കുറിച്ച്. In conclusion, Milton became the major English epic poet because he combined Renaissance humanism, religious beliefs, political conflicts, Puritan ideas, and classical traditions in his works. His ability to reflect the spirit of his age through the epic form made Paradise Lost one of the greatest epic in English literature. അങ്ങനെ നമ്മൾ കൺക്ലൂഡിങ് പാർട്ടിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്താ നമ്മൾ പഠിച്ചത്? മിൽട്ടനാണെന്നല്ല, മിൽട്ടനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം റിനൈസൻസ് പീരീഡിലാണ് ജീവിച്ചിരുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു എപ്പിക് പോയറ്റാണ്. ധാരാളം വർക്ക്സുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വാസ്റ്റ് നോളജ്, എന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. പൊളിറ്റിക്സിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റിലീജിയസ് ആസ്പെക്റ്റിലാണെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്ന മോറൽ വാല്യൂസ് എല്ലാം തന്നെ കീപ്പ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളിലെല്ലാം ഈ പറയുന്ന റിനൈസൻസ് പീരീഡിൻ്റെ കുറേയധികം കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. എസ്പെഷ്യലി അന്ന് നടന്നുകൊണ്ടിരുന്ന ഈവൻസുകൾ, റിലീജിയസ് ഈവൻസുകളാവട്ടെ, അല്ലെങ്കിൽ റിലീജിയസിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആവട്ടെ, അതുപോലെ ഈ പറയുന്ന രാജാവ് എന്ന ഒരു കൺസെപ്റ്റ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സൊസൈറ്റി, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള പാരഡൈസ് ലോസ്റ്റ് എന്ന വർക്കിൽ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിക്കണം. അതിനുശേഷം പ്യൂരിറ്റാൻ ഐഡിയാസ് അത് ഉയർന്നു വന്നു. പ്യൂരിറ്റാൻ ഐഡിയാസ് വന്നപ്പോഴാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന വർക്കിൽ ആഡം ആൻഡ് ഈവ് ഇവരുടെ ഒരു ഈ പറയുന്ന രണ്ട് ഇമേജുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ആഡമും ഈവും അവർ ഒബീഡിയൻസിന് പകരം ഡിസൊബീഡിയൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. പ്യൂരിറ്റാൻ ഐഡിയാസ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ അത് പ്രാധാന്യം നൽകിയിരുന്നത് ഫ്രീ വിൽ ആൻഡ് മോറൽ ഡിസിപ്ലിൻ ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വർക്കുകളിലെല്ലാം കുറേയധികം പോയറ്റ്സുകൾ ഈ പറയുന്ന എപ്പിക് വർക്ക്സുകൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒക്കെ അൺസക്സസ്ഫുൾ ആയിരുന്നു. അതേസമയം മിൽട്ടൻ്റെ വർക്ക് സക്സസ്ഫുള്ളായി. അതിനുള്ള വലിയ കാരണം അദ്ദേഹം അന്ന് നടന്നിരുന്ന റിയൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തിരുന്നത്.
ഓക്കെ, പിന്നെ ഹ്യൂമാനിസത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ഇരുന്ന് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴേ പഠിച്ചതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു പഠിച്ചാൽ മതി. ഇനി സമയമില്ല, അപ്പോൾ പഠിച്ച് പോയിക്കോളൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസിസം based on your understanding of the romantic poets prescribed in your syllabus. Romanticism was a major literary movement that emerged in the late 18th century as a reaction against the Enlightenment's emphasis on reason, order, and classical traditions. Romantic poets such as William Blake, William Wordsworth, and Samuel Taylor Coleridge brought a new vision to poetry by focusing on emotion, imagination, nature, and individual experience. The salient features of Romanticism can be understood through the works of these poets. 18-ാം നൂറ്റാണ്ടോടെയാണ് റൊമാൻറ്റിസിസം എമേർജ് ചെയ്തത്. അപ്പോൾ അതോടുകൂടി കുറേയധികം ചിന്താഗതികളിലും മാറ്റം വന്നിരുന്നു. എസ്പെഷ്യലി ലിറ്റററി മൂവ്മെൻറ്റിൽ തന്നെ വലിയൊരു മാറ്റമാണ് അവിടെ സംഭവിച്ചത്. റൊമാൻറ്റിക് പീരീഡിലാണ് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം തേടി പോകാതെ, റീസൺ തേടി പോകാതെ അതിന് ഇമാജിനേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് റൊമാൻറ്റിസിസത്തിനുള്ളത്. അപ്പോൾ അവിടെ റീസൺ നല്ല പ്രാധാന്യം, മറിച്ച് ഇമാജിനേഷനാണ് കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റ്സ് ആണ് വില്യം ബ്ലേക്ക്, വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോൾറിഡ്ജ്. ഇവരുടെയൊക്കെ പോയിട്രി എന്ന് പറയുന്നത് ധാരാളം എന്താ പറയുക എലമെൻറ്റ്സ് ലൈക്ക് ഇമോഷൻ, ഇമാജിനേഷൻ, നേച്ചർ, അതുപോലെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അവർ കൂടുതലായിട്ടും എന്താ പറയുക മനസ്സിലാകാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരികയല്ല, മറിച്ച് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ അവർ വളരെ സിമ്പിൾ ലാംഗ്വേജാണ് യൂസ് ചെയ്യാൻ പലപ്പോഴും അവർ ശ്രമിക്കുന്നത്. പിന്നെ നേച്ചർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് വളരെയധികം പ്രാധാന്യം ഈ പറയുന്ന റൊമാൻറ്റിക് പോയറ്റ്സ് കൊടുത്തിട്ടുണ്ട്. റൊമാൻറ്റിസിസത്തിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോയറ്റ്സുകളെ പഠിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പറയുന്ന പോയറ്റ്സുകളാണ് റൊമാൻറ്റിക് പോയറ്റ്സിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. One of the most important features of Romanticism is the emphasis on emotion and personal experience. Romantic poets believed that feelings and emotions were more important than reason. They explored human joys, sorrows, hopes, and fears in a deeply personal way. Coleridge's dejection would express his feeling of sadness, despair, and loss of inspiration, showing the romantic concern with inner emotional life. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൊമാൻറ്റിസിസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. അവർ ധാരാളമായിട്ടും ഇമോഷൻസിനും പേഴ്സണൽ എക്സ്പീരിയൻസിനുമാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അവർ പലപ്പോഴും വിചാരിച്ചിരുന്നത്, റൊമാൻറ്റിക് പോയറ്റ്സ് വിചാരിച്ചിരുന്നത് ഫീലിങ്സും ഇമോഷൻസുമാണ് ഇമ്പോർട്ടൻ്റ് ദാൻ റീസൺ. കാരണങ്ങൾ ബോധിപ്പിക്കുക എന്നതിനേക്കാട്ടിൽ ഉപരിയായിട്ട് ഫീലിങ്സിനും ഇമോഷൻസിനും ആണ് അവർ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈല് പലർക്കും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പലരും വായിക്കുന്ന റീഡേഴ്സിൽ ജോയ്, സോറോ, ഹോപ്പ്, ഫിയർ, ഈ പറയുന്ന ഫീലിങ്സ് എല്ലാം തന്നെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ കോൾറിഡ്ജിൻ്റെ വർക്കായിട്ടുള്ള ഡിജക്ഷൻ ആൻഡ് ഓഡ്, ഈ ഒരു വർക്കിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ആയിട്ടുള്ള സാഡ്നെസ്, ഡിസ്പെയർ, അതുപോലെ ലോസ് ഓഫ് ഇൻസ്പിറേഷനാണ്.
അത് അദ്ദേഹം ഒരു റൊമാൻറ്റിക് പോയിറ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് പവർ അദ്ദേഹം ലോസ് ചെയ്തു എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയും നേച്ചറിലുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സമയവുമാണ് അദ്ദേഹം ഈ പറയുന്ന ഫീലിങ്സൊക്കെ ഈ പോയത്തിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. Another significant feature is the love of nature. Romantic poets viewed nature as a source of beauty, truth, wisdom, and spiritual growth. Nature was not merely a background setting, but a living force that influenced human life. In Wordsworth's The Prelude, nature plays a central role in shaping the poet's mind and character. Rivers, mountains, and lakes inspire him to teach moral lessons and help in the development of his personality. റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ മറ്റൊരു ഫീച്ചറാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ്, അവരെപ്പോഴും അവരുടെ പോയത്തിൽ ലവ് ഓഫ് നേച്ചർ എന്ന് വെച്ചാൽ പ്രകൃതിയോടുള്ളൊരു സ്നേഹം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രകൃതിയെ പലപ്പോഴും സോഴ്സ് ഓഫ് ബ്യൂട്ടി, ട്രൂത്ത്, വിസ്ഡം, അതുപോലെ സ്പിരിച്വൽ ഗ്രോത്ത് ആയിട്ടാണ് കണക്കാക്കുന്നത്. നേച്ചർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് വെറുതെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഒരു സെറ്റിംഗ് ആയിട്ടല്ല, മറിച്ച് അതൊരു ലിവിങ് ഫോഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഹ്യൂമൻ ലൈഫിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് നേച്ചർ എന്നുള്ള രീതിയിൽ മനുഷ്യനും നേച്ചറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി നമുക്ക് പറയുകയാണെങ്കിൽ വേർഡ്സ്വർത്തിൻ്റെ ദ പ്രില്യൂഡ് എന്ന് പറയുന്ന ഒരു വർക്കിൽ നേച്ചറാണ് അവിടെ സെൻട്രൽ റോളായിട്ടുള്ളത്. അവിടെ പോയിറ്റിൻ്റെ മൈൻഡും ക്യാരക്ടറും എല്ലാം തന്നെ ഈ പറയുന്ന നേച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു പോയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. റിവേഴ്സ്, മൗണ്ടൻസ്, ലേക്സ് ഇതെല്ലാം തന്നെ മോറൽ ലെസൺസ് ആണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് നേച്ചറുമായിട്ട് കൂടിക്കലർന്നതാണ്. അപ്പോൾ അതിൽ കൊണ്ടുവരുന്ന കുറച്ച് എലമെൻസുകളാണ് ഈ പറയുന്ന റിവേഴ്സ്, മൗണ്ടൻസ്, ലേക്സ് എന്നിവ. The importance of imagination is another key characteristic of Romanticism. Romantic poets considered imagination a powerful creative force. Coleridge, especially in Kubla Khan, demonstrates how imagination can create a magical and visionary world. The poem is filled with dreamlike images and supernatural elements, reflecting the limitless power of the human mind. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഇമാജിനേഷൻ. ഓരോ പോയത്തിലും റൊമാൻറ്റിസിസത്തിലെ ഓരോ പോയം നമ്മൾ പരിശോധിക്കുമ്പോഴും അതിൽ ഇമേജറീസ് കൊണ്ടുവരുന്നത്, അത് ഇമാജിനേഷൻസ് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ കുബ്ല ഖാനിൽ, കോൾറിഡ്ജിൻ്റെ കുബ്ല ഖാനിൽ അദ്ദേഹം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ മാജിക്കൽ ആൻഡ് വിഷണറി വേൾഡ്. അതുപോലെ തന്നെ ആ ഒരു പോയം നോക്കി കാണുകയാണെങ്കിൽ ധാരാളം ഡ്രീം ലൈക്ക് ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കും, ലൈക്ക് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം തന്നെ ഒരു ഹ്യൂമൻ മൈൻഡ് ഉണ്ട്, ആ ഹ്യൂമൻ മൈൻഡിൻ്റെ പ്രവർത്തനമുണ്ട്. ഓക്കെ. Romanticism also emphasized individualism and self-expression. Poets focused on their own thoughts, feelings, and experiences rather than following strict literary rules. Wordsworth's The Prelude is an autobiographical poem that traces the growth of his own mind and illustrates the romantic interest in the self. റൊമാൻറ്റിസിസത്തിലെ പോയറ്റ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നിരുന്നത് അവരുടെ പേഴ്സണൽ സെൽഫായിരുന്നു. അത് എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ റിയാലിറ്റീസുകളായിരുന്നു അവർ കൂടുതലായിട്ടും എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ജീവിതശൈലിയിൽ നടന്നുകൊണ്ട് പോന്നിരുന്ന അവരുടെ തോട്ട്സ്, ഫീലിങ്സ്, എക്സ്പീരിയൻസസ് ഇതെല്ലാം തന്നെ ലിറ്റററി വർക്ക്സുകളുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വേർഡ്സ്വർത്തിൻ്റെ ദ പ്രില്യൂഡ് എന്നുള്ളത് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ്.
അതിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മൈൻഡ് സെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും റീഡേഴ്സിന് ഇങ്ങനെയുള്ള വർക്കുകൾ, റൊമാൻറ്റിസിസത്തിലെ വർക്കുകൾ കൂടുതലായിട്ടും റീഡേഴ്സ് ഇഷ്ടപ്പെട്ടിരുന്നത്. A fascination with the supernatural, mysterious and exotic is another feature of romantic poetry. Romantic poets often explored strange, dreamlike and mystical subjects. Coleridge's Kubla Khan presents an exotic landscape filled with mystery and wonder, highlighting the romantic attraction to the unknown and the sublime. അതുപോലെ തന്നെ റൊമാൻറ്റിക് പോയിട്രിയിൽ കാണപ്പെടുന്ന മറ്റ് ഫീച്ചേഴ്സാണ് സൂപ്പർ നാച്ചുറൽ, മിസ്റ്റീരിയസ്, എക്സോട്ടിക്, ഈ പറയുന്ന കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒക്കെ മായയാണ്, എല്ലാം ഒന്നും ഉള്ളതായിരിക്കില്ല, പക്ഷേ അതിനെ കുറച്ചും കൂടി എക്സോജറേറ്റ് ചെയ്തുകൊണ്ട് അതിനെ വർണ്ണിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതാക്കി അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണത്. ഇവിടെ കോൾറിഡ്ജിൻ്റെ കുബ്ല ഖാൻ വളരെ വലിയൊരു നമുക്ക് ഈ ഒരു കാര്യത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വർക്കിൽ, പ്രത്യേകിച്ച് കുബ്ല ഖാൻ എന്ന വർക്കിൽ കാണാൻ സാധിക്കും മിസ്റ്ററി, വണ്ടർ. അപ്പോൾ ഇതെല്ലാം തന്നെ റൊമാൻറ്റിക് അട്രാക്ഷൻ കൊണ്ടുവരാനായിട്ടാണ്. The romantic poets also showed a strong criticism of industrialization and social injustice. William Blake condemned the corruption of society, organized religion, and political oppression. In Songs of Innocence and Songs of Experience, he contrasts the purity of childhood with the suffering and injustice found in the adult world. His poetry reflects a desire for human freedom and social reform. Romantic poets ഇൻഡസ്ട്രിയലൈസേഷനും സോഷ്യൽ ഇൻജസ്റ്റിസിനും എതിരെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ സ്ട്രോങ് ക്രിറ്റിസിസം ഇതിനെതിരെ അവർ ഉയർത്തിയിരുന്നു. അതിൽ വില്യം ബ്ലേക്ക്, അദ്ദേഹം സൊസൈറ്റിയിലുണ്ടായിരുന്ന കറപ്ഷൻ, അതുപോലെ റിലീജിയനിൽ കണ്ടിരുന്ന എന്താ പറയുക കുറേയധികം കോൺഫ്ലിക്ട്സുകളുണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ഒപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വില്യം ബ്ലേക്കിൻ്റെ വർക്ക്സുകളായിട്ടുള്ള സോങ്സ് ഓഫ് ഇന്നസെൻസും അതുപോലെ സോങ്സ് ഓഫ് എക്സ്പീരിയൻസും, അതിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇൻജസ്റ്റിസ് നടക്കുന്ന ആ ഒരു കാര്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെതിരെ അദ്ദേഹം, ഇൻജസ്റ്റിസിനെതിരെ അദ്ദേഹം പോരാടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള വേർഡ്സുകൾ അതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയം റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ ആഗ്രഹം, അത് ഹ്യൂമൻ ഫ്രീഡത്തിനെയും സോഷ്യൽ റീഫോമിനും വേണ്ടിയായിരുന്നു അദ്ദേഹം ഫൈറ്റ് ചെയ്തിരുന്നത്. Another important feature is the belief in the spiritual value of childhood. Romantic poets viewed childhood as a period of innocence, purity, and closeness to nature. Blake's Songs of Innocence celebrate the joy and wonder of childhood, while Wordsworth believed that childhood experiences shape an individual's moral and spiritual development. ഇവിടെ മറ്റൊരു ഫീച്ചറാണ് ചൈൽഡ്ഹുഡിലെ ഒരു സ്പിരിച്വൽ വാല്യൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എന്താണോ പഠിക്കുന്നത് അതായിരിക്കും നമ്മൾ അഡൽട്ടാകുമ്പോൾ സൊസൈറ്റിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ എടുക്കുകയാണെങ്കിൽ, സ്പിരിച്വൽ വാല്യൂസ് വളരെ ചെറുതിലേ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം തന്നെയായിരിക്കും
നമ്മൾ വലുതായി കഴിയുമ്പോഴും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക നമ്മളിൽ. ചൈൽഡ്ഹുഡ് എന്ന ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് റൊമാൻറ്റിക് പോയറ്റ്സ് അവരുടെ വലിയൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇന്നസെൻസ്, പ്യൂരിറ്റി, അതുപോലെ തന്നെ നേച്ചറുമായിട്ടുള്ള അടുപ്പമാണ്. ബ്ലേക്ക്സ് സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന വർക്കിൽ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹം ചൈൽഡ്ഹുഡിനെ ഒരു ജോയ്, അതുപോലെ വണ്ടർ ഓഫ് ചൈൽഡ്ഹുഡ്, ഇതൊക്കെയാണ് സോങ്സ് ഓഫ് ഇന്നസെൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം വേർഡ്സ്വർത്ത് ബിലീവ് ചെയ്തിരുന്നത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിൻ്റെ മോറലും സ്പിരിച്വൽ ഡെവലപ്മെൻറ്റുമാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 2 കാര്യമാണ്. ഒന്ന് ബ്ലേക്ക്, 2 വേർഡ്സ്വർത്ത്. സോങ്സ് ഓഫ് ഇന്നസെൻസിൽ അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ എന്താ പറയുക, കുഞ്ഞുങ്ങൾ വളരെ സന്തോഷവും അതുപോലെ തന്നെ ആ ഒരു ചൈൽഡ്ഹുഡിൻ്റെ ഒരു വണ്ടർ ഉണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്ത ആ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ബ്ലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം വേർഡ്സ്വർത്ത് ഫോക്കസ് ചെയ്യുന്നത് ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും മോറലും സ്പിരിച്വൽ ഡെവലപ്മെൻറ്റും നടക്കുന്ന ഒരു സമയത്തെ കുറിച്ചിട്ടാണ്. Romanticism also valued the common man and ordinary life. Instead of focusing on kings and heroes, romantic poets found beauty and significance in everyday experiences. They used simple language and familiar subjects to express profound ideas and emotions. റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അവരൊരിക്കലും കിങ്സിനെയോ അല്ലെങ്കിൽ ഹീറോസിനെയോ പ്രേസ് ചെയ്തിരുന്നില്ല. മറിച്ച് ഓർഡിനറി ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആയിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളായിരുന്നു, ഡെയിലി എക്സ്പീരിയൻസുകളായിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് അവർ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് അവർ എഴുതിയിരുന്നത്. അതുപോലെ തന്നെ അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാനും ആ ഒരു ഐഡിയ, ആ ഒരു എക്സ്പീരിയൻസ് അവർ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ റീഡേഴ്സിന് പെട്ടെന്ന് കണക്റ്റ് ആകാനും സാധിക്കാനാണ് ഈ ഒരു മെത്തേഡ് അവർ ഉപയോഗിച്ചിരുന്നത്. ഫൈനലി, romantic poetry often reflects a sense of the sublime, a feeling of awe, wonder, and sometimes fear in the presence of nature or the unknown. Wordsworth's descriptions of mountains and landscape in the Prelude and the mysterious setting of Kubla Khan illustrate this quality. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ കൺക്ലൂഷനാണ് റൊമാൻറ്റിക് പോയട്രിയിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ ചുരുക്കമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. സെൻസ് ഓഫ് ദ സബ്ലൈം, ഫീലിംഗ് ഓഫ് ഓ, വണ്ടർ ആൻഡ് ഫിയർ ഇൻ ദ പ്രസൻസ് ഓഫ് നേച്ചർ. വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് അദ്ദേഹം പലപ്പോഴും മൗണ്ടൻസ്, ലാൻഡ്സ്കേപ്പ് ഇൻ ദ പ്രല്യൂഡ് ആൻഡ് ദി മിസ്റ്റീരിയസ് സെറ്റിംഗ് ഓഫ് കുബ്ല ഖാൻ ഇല്ലുസ്ട്രേറ്റ് ദിസ് ക്വാളിറ്റി. വേർഡ്സ്വർത്തിനെയും കുബ്ല ഖാനെയും കുറിച്ചിട്ടാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നത്. അവരുടെ റൈറ്റിംഗ് സ്റ്റൈലുകളാണ്. വേർഡ്സ്വർത്ത് മൗണ്ടൻസിനെ കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ട് ദ പ്രല്യൂഡ് എന്ന വർക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുബ്ല ഖാൻ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ വളരെ മനോഹരമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും റൊമാൻറ്റിക് പോയിറ്റ്സ് മിത്തുകൾ, അതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇന്നസെൻസ് എന്ന് പറയുന്ന ആ ഒരു പദം കൊണ്ട് ആ ഒരു കാലഘട്ടത്തെ അവർ എങ്ങനെയാണ്
വേർതിരിച്ച് കണ്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു വ്യക്തി ഇവിടെ ജോയ് ആയിട്ട് അവർ ആ ഒരു വണ്ടറായിട്ട് കാണുകയാണെങ്കിൽ മറ്റൊരു പോയിൻ്റ് അതിനെ സ്പിരിച്വൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഒരു സമയമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്താ പറയുക ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ഇത് പഠിക്കുക, എന്നിട്ട് അടുത്ത ചോദ്യം പഠിക്കാം. In conclusion, Romanticism was a literary revolution that celebrated emotion, imagination, nature, individual freedom, and spiritual experience. Through the works of Blake, Wordsworth, and the Coleridge, Romantic poetry challenged the dominance of reason and classical conventions and introduced a new way of understanding human life and the world. These poets made Romanticism one of the most influential movements in English literature. Next question. Bring out the Imagist elements in the Wasteland by T.S. Eliot. T.S. Eliot's The Wasteland is one of the finest examples of modern poetry. A major feature of the poem is its extensive use of images. Eliot presents his ideas not through direct explanation but through a series of vivid and symbolic images. These imagist elements help him portray the spiritual emptiness, moral decay, and confusion of the modern world. T.S. Eliotൻ്റെ ദ വേസ്റ്റ്ലാൻഡ് എന്ന പോയം വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയവും അതുപോലെ തന്നെ അത് മോഡേൺ പോയട്രിയിലൊരു എക്സാമ്പിളും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോയത്തിൽ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ചിനെക്കാട്ടിലും കൂടുതലായിട്ട് അദ്ദേഹം ഇമേജസ് മുഖേനയാണ് കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഇമേജസ് എലമെൻറ്റ്സ് ലൈക്ക് എല്ലാ ഇമേജസും അദ്ദേഹം പോർട്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നത് സ്പിരിച്വൽ എംപ്റ്റിനെസ്, മോറൽ ഡീക്കേ, കൺഫ്യൂഷൻ ഓഫ് ദ മോഡേൺ വേൾഡ് ഇതിനൊക്കെ ആസ്പദമാക്കിക്കൊണ്ടാണ്. The first 4 sections of the poem are largely made up of sets of images. Different voices and character appear throughout the poem, and all of them view the world as a wasteland. Through these images, Eliot provides different insights into the condition of modern society. The poem creates a dreamlike picture of a world that is barren, fragmented, and lacking order. T.S. Eliotൻ്റെ ദ വേസ്റ്റ്ലാൻഡ് എന്ന പോയം ആദ്യത്തെ 4 വരികളിലും കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇമേജസിനാൽ കുറേയധികം കാര്യങ്ങളുടെ ഒരു സമാഹാരമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കവിതയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കവിതയിൽ ധാരാളം ശബ്ദങ്ങളും അതുപോലെ ക്യാരക്ടേഴ്സും ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പല ക്യാരക്ടേഴ്സും ഈ പറയുന്ന ലോകത്തെ ദ വേസ്റ്റ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ശൂന്യമായിട്ട് ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ലോകത്തെ ദ വേസ്റ്റ്ലാൻഡ് എന്ന് ചിത്രീകരിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് മനുഷ്യരുടെ ആത്മീയതയും അതുപോലെ തന്നെ പ്രത്യാശയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ബോധ്യം. അതുപോലെ സമൂഹം ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തകർന്നതും ഒരു ഡിസോർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഓർഡർ ഇല്ലാത്ത ഒരു സമൂഹത്തെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആളുകൾ തമ്മിലൊരു ഐക്യമില്ല, ഒരു സ്നേഹബന്ധമില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി നമുക്ക് ഈ പോയത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിനൊരു പ്രത്യേക ലക്ഷ്യമോ ഒന്നുമില്ലാത്ത ഒരു ജീവിത രീതിയാണ് പറയുന്നത് അങ്ങനെ ആ സമയത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾക്കൊരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് T.S. Eliot ഈ പോയം എഴുതുന്നത്.
അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്ന ക്രമക്കേടുകൾ, ഈ പറയുന്ന ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യരുടെ അവസ്ഥ, ഒരു ഐക്യമില്ലാത്ത, ഒരു സ്നേഹബന്ധമില്ലാത്ത ഈ ഒരു അവസ്ഥയെയാണ് പോയത്തിലൂടെ ധാരാളം ഇമേജസിലൂടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. Most of Eliot's images are drawn from mythology, religion and nature. They are centered on the themes of death and rebirth. Spring symbolizes rebirth while winter stands for death. Drought represents spiritual dryness and rain signifies fertility, growth and renewal. The image of the rock under the burning sun suggests spiritual decay and disintegration. Water and fish symbolize life and regeneration. The drowned Phoenician sailor Phoebus represents the fertility god whose death may lead to new life. The Wasteland എന്ന ഈ ഒരു പോയത്തിൽ T.S. Eliot എടുത്തിട്ടുള്ള പല ഇമേജസും മിത്തോളജി, റിലീജിയൻ, നേച്ചർ ഈ 3 കാര്യങ്ങളിൽ നിന്നുമാണ്. ഈ ഇമേജസ് എല്ലാം തന്നെ അവയുടെ തീം എന്ന് പറയുന്നത് ഡെത്ത്, റീബേർത്ത് എന്നിവയാണ്. സ്പ്രിംഗ് എന്ന വേർഡ് കൊണ്ട്, ഒരു കാലം കൊണ്ട് ഈ ഒരു പോയത്തിൽ ഉദ്ദേശിക്കുന്നത് റീബേർത്തിനെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുനർജന്മമാണ്. മനുഷ്യർ ഒന്നും കൂടെ ഒരു പച്ചപ്പിടിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെയാണ് സ്പ്രിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് ആത്മീയമായിട്ട് ഒരു പുതുജീവൻ നേടാം, ഇങ്ങനെയുള്ളൊരു ആശയമാണ് ഇതിൽ ഉന്നയിക്കുന്നത്. അതേസമയം വിൻ്റർ ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ജീവനില്ലാത്ത ഒരവസ്ഥ, ഒരു എന്താ പറയുക, ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ, എങ്ങും ഒരു ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യരെയൊക്കെയാണ് ഈ പറയുന്ന ഡെത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡ്രൈനെസ് ഇവിടെ സ്പിരിച്വൽ ഡ്രൈനെസ് ആണ്. ഡ്രൗട്ട് ഇവിടെ സ്പിരിച്വൽ ഡ്രൈനെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ വിശ്വാസമോ സ്നേഹമോ പ്രത്യാശയോ ഇതൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഡ്രൗട്ട് എന്ന പദം. അതേസമയം ഫെർട്ടിലിറ്റി, റെയിൻ ഇവിടെ കാണിക്കുന്നത്, മഴ ഇവിടെ കാണിക്കുന്നത് ഫെർട്ടിലിറ്റി, ഗ്രോത്ത്, റിന്യൂവലൊക്കെയാണ്. മനുഷ്യൻ്റെ മനസ്സിൽ കുറച്ച് ഒന്നും കൂടെ ഒരു പ്രത്യാശ അല്ലെങ്കിൽ സന്തോഷം, ഒരു ആത്മീയ വളർച്ച ഒക്കെ നൽകുന്ന ഒരു കാലഘട്ടത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ മറ്റൊരു ഇമേജാണ് റോക്ക് അണ്ടർ ദ ബേണിംഗ് സൺ. അത് സജസ്റ്റ് ചെയ്യുന്നത് സ്പിരിച്വൽ ഡീക്കെയാണ്. ഒരു ആത്മീയതയില്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവനും പ്രത്യാശയും ഒന്നും ഇല്ലാത്ത ഒരു വിഘടനത്തെയാണ് ഇതിലൂടെ, ഈ ഒരു ഇമേജിലൂടെ T.S. Eliot കാണിച്ചു തരുന്നത്. മറ്റ് 2 ഇമേജസാണ് വാട്ടറും ഫിഷും. അത് ജീവനും പുനർജീവനുമാണ് ഇവിടെ പ്രതീകമായിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഡ്രൗണ്ട് ഫിനീഷ്യൻ സെയിലർ. അദ്ദേഹം ഒരു നാവികനാണ്, സെയിലറാണ്. അദ്ദേഹം മുങ്ങി മരിച്ചതാണ്. ഫെൽബസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇത് മരിക്കുന്ന ഫലഭൂയിഷ്ഠിത ദൈവത്തെയാണ് ശരിക്കും ഇവിടെ സൂചിപ്പിക്കുന്നത്. മരണം പുതിയ ജീവിതത്തിനും പുനർജന്മത്തിനും വഴിയൊരുക്കുന്നു എന്നൊരാശയം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. Eliot uses many striking visual images throughout the poem. There are memorable pictures of the Hyacinth girl, Mary of Germany, Madame Sosostris, the fortune teller, and the crowd crossing London Bridge on a winter morning. The image of the crowd presents a picture of desolation and lifelessness. Other important images include the Thames River, Mr. Eugenides, the typist and her clerk, and the angry crowds seen in the final section of the poem. Each image contributes to the overall picture of a spiritually barren world. അതുപോലെ T.S. Eliot ദ വേസ്റ്റ്ലാൻഡ് എന്ന ഈ ഒരു പോയത്തിൽ ധാരാളം വിഷ്വൽ ഇമേജസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത് വായനക്കാരുടെ മനസ്സിൽ ഈ പറയുന്ന പോയം
വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാനും അത് വിഷ്വലൈസ് ചെയ്യാനും സഹായിക്കും എന്നതുകൊണ്ടാണ്. ഹയാസിന്ത് ഗേൾ അത് നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ്. മാരി ഓഫ് ജർമ്മനി അത് പഴയ യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ ഓർമ്മകളും അതുപോലെ ഒരു പ്രതിനിധിയുമാണ് ഇവിടെ സൂചിപ്പിക്കുക. അതുപോലെ മറ്റൊരു ഫിഗറാണ് മാഡം സൊസോസ്ട്രീസ്. അതൊരു ഫോർച്യൂൺ ടെല്ലറാണ്, എന്നുവെച്ചാൽ ഭാവി പറയുന്ന ഒരു സ്ത്രീയാണ്. ആത്മീയമായ ആശയക്കുഴപ്പങ്ങളും അന്ധവിശ്വാസങ്ങളെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വിൻ്റർ മോർണിംഗിൽ ലണ്ടൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു പോകുന്ന ഒരു കൂട്ടം ജനം, ജീവനില്ലാത്ത യന്ത്രങ്ങളെ പോലെ ഒരു പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് ഈ ഒരു ഇമേജ് സൂചിപ്പിക്കുന്നത്. ഇത് നിരാശയുടെയും അതുപോലെ തന്നെ ആത്മീയതയുടെയും ഒരു മരവിപ്പാണ്. റിവർ താമസ് ഒരു കാലത്ത് വളരെ മനോഹരവും അതുപോലെ വിശുദ്ധവുമായിട്ട് നമ്മൾ നോക്കി കണ്ടിരുന്ന ഒരു റിവറാണ്. പക്ഷേ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ വൃത്തികേടായിട്ടുള്ള മലിനമായിട്ടുള്ള ഒരു റിവറായിട്ടാണ് നിലവിൽ കാണപ്പെടുന്നത്. ഇത് ആധുനിക മനുഷ്യ മനസ്സിൻ്റെ എന്താ പറയുക, മനുഷ്യ മനസ്സിൻ്റെ മലിനമായ ഹൃദയങ്ങളെയാണ് സൂചിപ്പിക്കുക. അതുപോലെ മിസ്റ്റർ യൂജിനിഡസ്റ്റ് ഒരു ടൈപ്പിസ്റ്റാണ്. അതുപോലെ അവളുടെ ക്ലർക്ക്. അത് ആ രണ്ട് ഇമേജസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തിലെ സ്നേഹബന്ധങ്ങളുടെ വില നഷ്ടപ്പെടുന്ന ഒരു ജീവിത രീതിയാണ് സൂചിപ്പിക്കുക. ഇനി അവസാനമായിട്ട് കാണിക്കുന്ന മറ്റൊരു ഇമേജാണ് ആംഗ്രി ക്രൗഡ്സ്. വളരെ രോഷാകുലരായിട്ടുള്ള വളരെ ദേഷ്യത്തോടെയുള്ള ഒരു കൂട്ടം ജനങ്ങളെയാണ് പിന്നീട് ലാസ്റ്റ് സെക്ഷനിൽ കാണിക്കുന്നത്. യുദ്ധം, ഭയം, അക്രമം ഇങ്ങനെയുള്ള കുറേയധികം വയലൻസുകളെയാണ് ഈ ആംഗ്രി ക്രൗഡ്സിനെ കൊണ്ട് സൂചിപ്പിക്കുക. ടി.എസ്. ഇലിയറ്റിൻ്റെ ദ വേസ്റ്റ് ലാൻഡ് എന്ന ഈ ഒരു പോയത്തിൽ വിവിധ ഇമേജുകൾ അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ മനുഷ്യ മനസ്സിൻ്റെ വളരെ മോശമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചിട്ടാണ്, സ്നേഹബന്ധങ്ങളില്ലായ്മയെ കുറിച്ചിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആത്മീയമായിട്ടുള്ള വളർച്ചയില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളെയാണ് ഇവിടെ കാണുക. The poet also uses auditory images effectively. The songs of birds are described phonetically. The jug of the nightingale, the drip drop of the hermit thrush, and the cocorico of the cock have symbolic significance. These sounds enrich the poem and add emotional depth to its meaning. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൽ ടി.എസ്. ഇലിയറ്റ് കൊണ്ടുവന്നിട്ടുള്ള ഓഡിറ്റോറി ഇമേജസ് ഉണ്ട്. എന്നുവെച്ചാൽ കേൾക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് ഇമേജസും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസാണ് ജഗ് എന്ന് പറയുന്ന നൈറ്റാങ്കിൾ, ഡ്രിപ്പ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഹെർമിറ്റ് ത്രഷ്, കൊക്കോറിക്കോ എന്ന് പറയുന്ന കോക്കിൻ്റെ സൗണ്ട്. ഇങ്ങനെയുള്ള റിച്ച് സൗണ്ട്സുകൾ ഈ പോയത്തിനെ എൻറിച്ച് ചെയ്യുന്ന കുറേയധികം സൗണ്ട്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ പോയത്തിന് മീനിങ്ങും ഇമോഷണൽ ഡെപ്തും നൽകുന്നുണ്ട്. The very title, The Wasteland, is itself a powerful image. It suggests a barren desert, a land that was once fertile but has now become dry and lifeless. This image recurs throughout the poem. Eliot refers to lilacs out of the dead land, dead trees, dry stones, burning sunlight, barren mountains, empty cisterns, and exhausted wells. These images symbolize the spiritual sterility and hopelessness of modern civilization. ദ വേസ്റ്റ് ലാൻഡ് എന്ന ഒരു ഹെഡിങ് തന്നെ ഈ ടി.എസിൻ്റെ ഈ ഒരു പോയത്തിന് നൽകിയതിൻ്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രേസിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ തന്നെ ഈ ഒരു കംപ്ലീറ്റ് പോയതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു സമയത്ത് വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരു ലാൻഡായിരുന്നു, പക്ഷെ പിന്നീട് അതൊരു ബാരൻ ഡെസേർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡ്രൈ ആൻഡ് ലൈഫ്ലെസ് ആയിട്ടുള്ള ഒരു ലാൻഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ലിലാക്സ് ഔട്ട് ഓഫ് ദ ഡെഡ് ലാൻഡ്, ഒരു മരിച്ച ലാൻഡിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു ലാൻഡിൽ നിന്നും ലില്ലിപ്പൂക്കൾ വളരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് പറയുന്നത് മരിച്ച അല്ലെങ്കിൽ ഡെഡായിട്ടുള്ള ഒരു ലാൻഡിൽ പുതിയൊരു ജീവൻ, ഒരു പുതുജീവനുള്ള സാധ്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേസമയം ഡെഡ് ട്രീസ്, ഡ്രൈ സ്റ്റോൺസ്, ഇതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നത് ജീവനില്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മീനിങ് ഇല്ലാത്ത ഒരു ആത്മീയതയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് പിന്നീട് കാണുക. ബേണിംഗ് സൺലൈറ്റ് എന്നൊരു വാചകം, ഒരു ഫ്രേസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഇമേജ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് അന്നത്തെ ആ വ്യക്തികളുടെ, അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കഠിനമായ വേദനയെയും ബുദ്ധിമുട്ടുകളെയും സൂചിപ്പിക്കുന്നു. അത് ഇവിടെ ബാരൻ മൗണ്ടൻസ്, എംപ്റ്റി സിസ്റ്റൻസ് ആൻഡ് എക്സോസ്റ്റഡ് വെൽസ്, ഇതെല്ലാം തന്നെ നെഗറ്റീവ് ആസ്പെക്റ്റുകളാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സാധ്യതകളും ഇല്ലാത്ത, പ്രത്യാശയില്ലാത്ത, ആത്മീയ വളർച്ചയില്ലാത്ത കാര്യങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഇമേജസും സിംബലൈസ് ചെയ്യുന്നത് സ്പിരിച്വൽ സ്റ്റെറിലിറ്റി, ഒരു ഡ്രൈനെസ് ആണ്, അതുപോലെ പ്രത്യാശയില്ലാത്ത ഒരു മോഡേൺ സിവിലൈസേഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുക. Images of death and decay appear repeatedly in the poem. Examples include the burial of the dead, the drowned Phoebus, and the references to ruined landscapes. However, Eliot also includes images that suggest hope and renewal. Near the chapel, Perillus, the crowing cock, flashes of lightning, rolling thunder, and damp winds indicate the possibility of rain. These images suggest that death may lead to rebirth. ഈ പോയത്തിൽ റിപ്പീറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ഇമേജിലും നമ്മളതിൻ്റെ ആശയം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഡെത്തും ഡീക്കേയുമാണ് ഇവിടെ കൂടുതലായിട്ടും തീമായിട്ട് വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ കണ്ട ബറിയൽ ഓഫ് ദ ഡെഡ്, ഡ്രൗണ്ട് ഫെലബസ്, പിന്നെ റൂയിൻഡ് ലാൻഡ്സ്കേപ്സുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടു. അതേസമയം ഈലിയറ്റ് നൽകുന്ന മറ്റ് ചില ആസ്പെക്ട്സും ഉണ്ട്, മറ്റ് ചില ഇമേജുകളുമുണ്ട്. അത് ഹോപ്പിനെയും റിന്യൂവലിനെയും, പ്രത്യാശയെയും ഒരു പുനർജീവനെയും കാണിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് അറിയാം മറ്റേ പെരില്ലസ്, അതുപോലെ ദ ക്രോയിങ് കോക്ക്, ഫ്ലാഷസ് ഓഫ് ലൈറ്റ്നിങ്, റോളിംഗ് തണ്ടർ, ഡാം വിൻസ്, ഇതൊക്കെ തന്നെ മഴയെയാണ് സൂചിപ്പിക്കുന്നത്. മഴ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഡെത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു റീബേർത്താണ്, ഒരു പ്രത്യാശയെയാണ് ഇത് സൂചിപ്പിക്കുക. Although the wasteland contains numerous images, Eliot is not merely an imagist who strings together disconnected pictures. His images are carefully organized around a central theme. Through these vivid and symbolic images, he evokes emotions and presents a spiritual crisis of modern humanity without directly expressing it. ഇനി ഈ പറയുന്ന ദ വേസ്റ്റ്ലാൻഡ് എന്ന ഈ ഒരു പോയത്തിൽ T.S. എലിയറ്റ് ധാരാളം ഇമേജസ് നൽകിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹം ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സായിട്ടല്ല. അതേസമയം ഒക്കെ എല്ലാത്തിനും അദ്ദേഹത്തിനൊരു ഉദ്ദേശമുണ്ട്, ഒരു തീം അദ്ദേഹം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, കെയർഫുള്ളി ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ വ്യൂസ്, മറിച്ച് ഇമേജസിൽ കൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുകയാണ്. മനുഷ്യ മനസ്സിലെ മോഡേൺ ഹ്യൂമാനിറ്റിയിലുണ്ടാകുന്ന ഒരു ഡ്രൈനസ്, സ്പിരിച്വൽ ക്രൈസിസ് ആണ് അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുന്നത്. In conclusion, the imagist elements in the wasteland are essential to its meaning and artistic success.
Through powerful visual, symbolic, and auditory images, Eliot portrays the barrenness of modern life while also hinting at the possibility of renewal. The poem stands as a remarkable achievement in modern poetry because of its rich and meaningful use of imagery. ഈ പോയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ഇമേജസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് T.S. Eliot അവതരിപ്പിച്ചിട്ടുള്ളത് വെറുതെ വിഷ്വൽ മാത്രമായി സാധാരണ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് പവർഫുൾ വിഷ്വൽ, സിംബോളിക് ആൻഡ് ഓഡിറ്ററി ഇമേജസുകളാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കാം. 6th question. Write a detailed note on the theme of church going by Philip Larkin. ഈ ഒരു ആൻസർ പഠിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫിലിപ്പ് ലാർക്കിൻസ് ചർച്ച് ഗോയിങ്, published in his collection The Less Deceived, is one of the most important poems of post-war British poetry. The poem describes an agnostic speaker who enters an empty church out of curiosity. As the poem progresses, it becomes a deep reflection on religion, human life, mortality, and the need for meaning. Though the speaker does not strongly believe in religion, he realizes the importance of churches in human life. ഫിലിപ്പ് ലാർക്കിൻ്റെ ചേർച്ച് ഗോയിങ് എന്ന പോയം ദ ലെസ് ഡിസീവ്ഡ് 1955 എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷനിൽ നിന്നും, ദ ലെസ് ഡിസീവ്ഡ് എന്ന കളക്ഷനിൽ നിന്നും എടുത്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയട്രിയാണ്. അത് പോസ്റ്റ് വാർ ബ്രിട്ടീഷ് പോയട്രിയും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറിന് ശേഷം നടന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പോയട്രിയും കൂടിയാണത്. ആഗ്നോസ്റ്റിക് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതവിശ്വാസമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പോയത്തിൽ സംസാരിക്കുന്നത്. അയാൾ ഒരു ചർച്ചിൽ കയറുന്നത് വെറുതെ ഒരു ആകാംക്ഷയുടെ പുറത്ത്, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് മാത്രമാണ് അദ്ദേഹം പള്ളിയിൽ കയറുന്നത്. എന്നാൽ കഥ മുന്നോട്ട് പോകുമ്പോൾ, ഈ പറയുന്ന പോയം പ്രോഗ്രസ് ചെയ്യുമ്പോൾ, അത് മതത്തെക്കുറിച്ചിട്ടുള്ളൊരു ഡീപ്പ് റിഫ്ലക്ഷനും മനുഷ്യ മനസ്സിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ടും മോർട്ടാലിറ്റിയെക്കുറിച്ചിട്ടും ഒരു ആവശ്യകതകളെ കുറിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും അർത്ഥം കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രതയിലോട്ട് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൽ സ്പീക്കർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു മതവിശ്വാസമൊന്നും ഇല്ലെങ്കിലും അറ്റ് ദി എൻഡ് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് പള്ളിയിൽ പോകുന്നത് കൊണ്ട് ആളുകൾക്കുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, എന്തിനാണ് പള്ളിക്ക് പോകുന്നത്, പള്ളിയിൽ പോകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം പിന്നീട് ഗാഢത്തിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. പള്ളിയിൽ പോകുന്നൊരു വ്യക്തിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നുണ്ട്. ജനനം, മരണം, ജീവിതം, ഇതെല്ലാം തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ ആശയങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന് ലഭിക്കുക. One of the main themes of the poem is the decline of faith and secularization. Larkin shows that traditional religious belief is slowly disappearing from modern society. The church is almost empty and people no longer attend it regularly. The speaker wonders what will happen to churches when religion completely loses its influence. He imagines that they may become museums, ruins, or places visited only by curious people. Through this, Larkin reflects the decline of organized religion in the modern world. ഇവിടെ പോയത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഡിക്ലൈനും അതുപോലെ സെക്യുലറൈസേഷനുമാണ്. ലാർക്കിൻ മനസ്സിലാക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയസ് ബിലീഫ് എല്ലാം തന്നെ സ്ലോലി ഡിസപ്പിയർ ആകുന്നുണ്ട് ഈ മോഡേൺ സൊസൈറ്റിയിൽ നിന്നും. ചർച്ച് എന്ന് പറയുന്നത് പയ്യെ എംപ്റ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ആരും തന്നെ റെഗുലറായിട്ട് പള്ളിയിലോട്ട് പോകുന്ന ഒരു രംഗം അദ്ദേഹം പിന്നീട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്പീക്കർ വണ്ടർ ചെയ്യുകയാണ്, അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്, ഇനി എന്താകും ഈ പള്ളികൾക്കൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ. റിലീജിയൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം പോലും കംപ്ലീറ്റ്ലി ഇല്ലാതാകുമോ, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതാകുമോ എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പിന്നീട് ചിന്തിക്കുന്നത്. അദ്ദേഹം പിന്നെ പറയുകയാണ്, ഈ പറയുന്ന പള്ളികളൊക്കെ ഇനി മ്യൂസിയംസ് ആയിട്ട് മാറുമോ, അതോ ഈ പറയുന്ന പ്ലേസസ് വിസിറ്റഡ് ഓൺലി ബൈ ക്യൂരിയസ് പീപ്പിൾ, സാധാരണയായിട്ട് ഇങ്ങനെ ആകാംക്ഷയുള്ള താൻ ആകാംക്ഷയുടെ പുറത്താണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്, അതുപോലെ ആയിരിക്കുമോ ഇനിയുള്ള ആൾക്കാരും പ്രാർത്ഥിക്കാൻ പോകുന്നതിന് പകരം എന്താണ് പള്ളി എന്ന് അറിയാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു സീനറി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലോകമായിരിക്കും പിന്നീട് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ ലാർക്കിൻ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന മോഡേൺ വേൾഡിൽ റിലീജിയനും പള്ളികളും ഒന്നുമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച്. Another important theme is the human need for meaning and ritual. Although the speaker is skeptical about religion, he admits that he is repeatedly drawn to churches. He cannot explain why he keeps visiting them. This suggests that human beings have a natural desire for places that give meaning to life. Churches are associated with important events such as birth, marriage, and death. They help people understand and face these major moments with dignity and seriousness. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തീം ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചിട്ടും റിച്വൽസിനെ കുറിച്ചിട്ടുമാണ്. ഇദ്ദേഹം ഒരു മതവിശ്വാസിയല്ല എങ്കിൽ കൂടെ എന്തുകൊണ്ടാണ് അദ്ദേഹം പള്ളിയിലോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം അറിയില്ല, പക്ഷെ അദ്ദേഹം പോകുന്നുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് പിന്നീട് അദ്ദേഹത്തിന് വരികയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, മനുഷ്യന്മാർക്ക് അറിയില്ല എന്തിനോ ഒരു വേണ്ടിയുള്ളൊരു നാച്ചുറൽ ഡിസയർ ഉണ്ട്, അതുകൊണ്ടാണ് പലപ്പോഴും ഒരു അർത്ഥവുമില്ല ജീവിതത്തിൽ എന്തിനു വേണ്ടി എന്നറിയില്ല എങ്കിൽ പോലും അവിടേക്ക് ഒരു എന്താ പറയുക, അതൊരു ആകർഷണമാണ്, മനുഷ്യനെ അങ്ങോട്ട് വലിച്ചു കൊണ്ട് പോകുന്ന എന്തോ ഒന്ന് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടായിരിക്കും പലപ്പോഴും ഒരു വ്യക്തി ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും വിവാഹം കഴിക്കുമ്പോഴും എല്ലാം ഈ പറയുന്ന പള്ളിയുമായിട്ട് അല്ലെങ്കിൽ ചേർച്ചുമായിട്ട് ക്ലോസ്ലി വ്യക്തികൾ കണക്റ്റഡ് ആകുന്നുണ്ട്. അങ്ങനെ ഈ ആൾക്കാർ ചർച്ചിനെ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ കൂടിയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഓരോ ഈവൻറ്റും നടക്കുന്നത് ചർച്ചുമായിട്ടാണ്. അപ്പോൾ ആ ചർച്ചുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന മേജർ ഈവൻസുകളെല്ലാം തന്നെ ഡിഗ്നിറ്റിയോടും സീരിയസ്നെസ്സിനോടും കൂടെ നടക്കണമെങ്കിൽ അത് ചർച്ചിൽ തന്നെ നടക്കണം എന്ന് വിശ്വസിക്കുന്നത്. The poem also emphasizes the idea of the church as a serious house on serious earth. In the final stanza, the speaker realizes that the church has a special value even if people no longer believe in its religious teachings. It is a place where people think about life's deepest questions, such as morality, destiny, and death. The church represents centuries of human faith, hope, and reflection. Therefore, it deserves respect regardless of one's personal beliefs. ഇവിടെ പോയിറ്റ് ചേർച്ച് എന്ന ആ ഒരു സ്ഥലത്തെ സീരിയസ് ഹൗസ് ഓൺ സീരിയസ് എർത്ത് എന്ന ഒരു ഫ്രേസ് കൊണ്ടാണ് അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ സാധിക്കും, ആൾക്കാർക്ക് പലപ്പോഴും മതവിശ്വാസമില്ലായിരിക്കാം, അല്ലെങ്കിൽ റിലീജിയസ് ടീച്ചിങ്സിൽ അവർക്ക് വിശ്വാസമില്ലായിരിക്കാം. എങ്കിലും അത് സ്പീക്കർ ഇവിടെ റിയലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്,
ചേർച്ചിന് ഒരു സ്പെഷ്യൽ വാല്യൂ ഉണ്ട്. ഇറ്റ്സ് എ പ്ലേസ് വെർ പീപ്പിൾ തിങ്ക് അബൌട്ട് ലൈഫ്സ് ഡീപ്പസ്റ്റ് ക്വസ്റ്റ്യൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആൾക്കാർ പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ പലപ്പോഴും ഈ പറയുന്ന ദൈവങ്ങളെ കൂട്ടുപിടിച്ചിട്ടായിരിക്കും നമ്മൾ അതിന് ഒരു സോൾവ് കണ്ടെത്തുന്നത്, ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. മൊറാലിറ്റി, ഡെസ്റ്റിനി, ഡെത്ത് ഇതെല്ലാം തന്നെ ഈ ചേർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ ചേർച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് സെഞ്ച്വറീസ് ഓഫ് ഹ്യൂമൻ ഫെയ്ത്തും ഹോപ്പും റിഫ്ലക്ഷനുമാണ്. അത് 1-2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല ഒരു ചർച്ച് എന്ന് പറയുന്നത്. ചർച്ച് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് അല്ല, അതൊരു ഫെയ്ത്താണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിസേർവ്സ് റെസ്പെക്റ്റ്. ചേർച്ച് എന്ന് പറയുന്നത് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒന്നാണ്, റിഗാർഡ്ലെസ് ഓഫ് വൺസ് പേഴ്സണൽ ബിലീഫ്സ്. ഓരോ വ്യക്തികളുടെയും വിശ്വാസത്തെ അല്ല ഇവിടെ അളക്കുന്നത്, മറിച്ച് സെഞ്ച്വറീസ് ഓഫ് വർഷങ്ങൾ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ചർച്ച്. അനദർ മേജർ തീം ഈസ് മോർട്ടാലിറ്റി ആൻഡ് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ഡെത്ത്. The church and the graveyard surrounding it remind people that all human beings must die. Larkin suggests that death is the one experience shared by everyone. The church becomes a place where people come to understand and accept this reality. It connects different generations and gives a sense of continuity between the living and the dead. ഇവിടെ ചർച്ചിനെ കുറിച്ച് മറ്റൊരു വലിയ ഒരു ആസ്പെക്റ്റും കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ചർച്ചിലെ ഗ്രേവ്യാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിത്തേരി. ഇവിടെ ഓരോ വ്യക്തിയും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മരണത്തെക്കുറിച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. ലാർക്കിൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഡെത്ത് എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. അത് ഒരു എക്സ്പീരിയൻസ് ആണ്, ഷെയർഡ് ബൈ എവ്രി വൺ, എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ചർച്ച് ബിക്കംസ് എ പ്ലേസ് വേർ പീപ്പിൾ കം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് ദിസ് റിയാലിറ്റി. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അടക്കുന്നത് ഈ പറയുന്ന റിയാലിറ്റിയിലാണ്, ചർച്ചിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കണക്ട്സ് ഡിഫറെൻറ്റ് ജനറേഷൻസ്. ഇന്ന് മരിച്ച ആളും വർഷങ്ങൾക്ക് മുന്നേ മരിച്ച ആളും അടക്കിയിരിക്കുന്നത് ഈ പറയുന്ന കൺസെപ്റ്റായിട്ടുള്ള ചർച്ചിലാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കണക്ഷൻ നടക്കുന്നുണ്ട്, ജനറേഷൻസിൻ്റെ കണക്ഷൻ. അതുകൊണ്ട് തന്നെ ലൈഫും ഡെത്തും ഇതിൻ്റെ ഒരു നടുക്കെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നടക്കുന്ന ഒരു വലിയൊരു ഫെയ്ത്ത് എന്ന ഒരു വിശ്വാസത്തെയാണ് അദ്ദേഹം ചർച്ച് എന്ന ഒരു പദം കൊണ്ടിവിടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് ഒരിക്കൽ മാത്രമേ ഒരു വ്യക്തി ജനിക്കുന്നുള്ളൂ, ഒരിക്കൽ മാത്രമേ ഒരു വ്യക്തി മരിക്കുന്നുള്ളൂ. പക്ഷേ ഒരു വ്യക്തി മാത്രമല്ലല്ലോ, ജനറേഷൻസ് ആൾക്കാരുകൾ ജനിക്കുന്നു, മരിക്കുന്നു. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. ഓക്കെ. ദ പോയം ഓൾസോ എക്സ്പ്ലോർസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സ്കെപ്റ്റിസിസം ആൻഡ് റെവറൻസ്. At the beginning, the speaker appears casual and slightly disrespectful. He examines the church with irony and makes light-hearted comments about its objects. However, as he spends more time there, his attitude changes. He begins to appreciate the importance of the church and began its role in human life. This movement from doubt to respect forms the central development of the poem. ഇവിടെ 2 കാര്യങ്ങൾ ആണ് കാണുന്നത്, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സ്കെപ്റ്റിസിസവും റെവറൻസും. സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്പീക്കറിന് പള്ളിയിലോട്ട് പോവുക എന്ന് പറയുന്നത് അദ്ദേഹം കാഷ്വലായിട്ട് വെറുതെ ഒന്ന് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് മാത്രം അദ്ദേഹം കയറിയതാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്റെസ്പെക്റ്റാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിനുശേഷം അദ്ദേഹം അവിടെ എത്തിയതിന് ശേഷമാണ് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയത്, എക്സാമിൻ ചെയ്യാൻ തുടങ്ങിയത്, ചേർച്ച് വിത്ത് ഐറണി. എന്നിട്ട് അദ്ദേഹം പിന്നെ മറ്റു കുറേ അധികം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്.
എങ്ങനെയാണെങ്കിലും അദ്ദേഹം അവിടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ആ സമയം സ്പെൻഡ് ചെയ്യുന്നതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വലിയൊരു മാറ്റവും സംഭവിക്കുന്നത്. ഇവിടെ പള്ളിയെ അല്ലെങ്കിൽ ചേർച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അദ്ദേഹം മനസ്സിലാക്കുന്നു. ചേർച്ചും ഹ്യൂമൻ ബീയിങ്സും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ റോൾ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ ഈ ചേർച്ചിൻ്റെ റോളിനെ കുറിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അവിടെ മുതൽ അദ്ദേഹത്തിന് ഫ്രം ഡൗട്ട് ടു റെസ്പെക്റ്റ്, ആദ്യം വന്ന ഡൗട്ടിൽ നിന്നും പിന്നീട് അദ്ദേഹത്തിന് റെസ്പെക്റ്റാണ് ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. Larkin also suggests that even if traditional religion disappears, the human need for reverence and self-reflection will continue. People will always seek places where they can think seriously about life, death, and their purpose in the world. The church symbolizes this enduring human need. ഇവിടെ ലാർക്കിൻ അദ്ദേഹത്തിൽ വന്ന മാറ്റം ഇതാണ്. അദ്ദേഹം അതുതന്നെയാണ് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നതും. ഇങ്ങനെയുള്ള ട്രഡീഷണൽ ബിലീഫിന് വേണ്ടിയുള്ള ട്രഡീഷണൽ റിലീജിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ചേർച്ച് പോലെയുള്ള സ്ഥലങ്ങൾ ഒരിക്കൽ ഇല്ലാതാവുകയാണെങ്കിൽ എന്തായിരിക്കും മനുഷ്യരുടെ അവസ്ഥ? മനുഷ്യർക്ക് ജീവിക്കാം, പക്ഷേങ്കിൽ അവർക്കൊരു റെവറൻസിനോ ഒരു സെൽഫ് റിഫ്ലക്ഷനോ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നതിന് വേണ്ടിയുള്ളതാണ് സെൽഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ചേർച്ച് പോലെയുള്ള റിലീജിയസ് പ്ലേസസ് ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന സെൽഫ് റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചേർച്ചുകൾ അത്യാവശ്യമാണ്, അനിവാര്യമാണ്. അതില്ലെങ്കിൽ എന്തായിരിക്കും മനുഷ്യരുടെ അവസ്ഥ എന്ന് പിന്നീട് അദ്ദേഹം ചിന്തിക്കുകയാണ്. പിന്നെ ലൈഫ്, ഡെത്ത്, ഇതിനൊക്കെ കുറിച്ച് അദ്ദേഹം കൂടുതലായിട്ടും ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ഒരു വ്യക്തി ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ പേർപ്പസ്, ഇതിനെക്കുറിച്ചും ചേർച്ചും മനുഷ്യരുടെ ജീവിതവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് എന്ന ഒരു മനസ്സിലാക്കലും അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ റീഡേഴ്സിന് പകർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. In conclusion, church going is a thoughtful poem about the decline of religion, the search for meaning, human mortality, and the importance of reflection. Through simple language and an ordinary situation, Philip Larkin raises profound questions about faith and human existence. The poem ultimately shows that even in a secular age, people continue to need places and experiences that give significance to their lives. This makes church going one of Larkin's most important and meaningful poems. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് തന്നെ നമ്മൾ കൺക്ലൂഷനിൽ എഴുതിയാൽ മതി. ലാർക്കിനാണ് ചേർച്ച് ഗോയിങ് എന്നുള്ള ഒരു പോയം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് എന്തിനാണ് ചേർച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യർക്ക് ഇതുപോലെയുള്ള വിശ്വാസങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, സെൽഫ് റിഫ്ലക്ഷൻ നടത്തണമെങ്കിൽ ചേർച്ചിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചേർച്ച് ഇല്ലാതാവുകയാണെങ്കിൽ എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ? അതുപോലെ ബർത്ത്, ഡെത്ത്, മാരേജ്, ഇതുപോലെയുള്ള എല്ലാ ഈവൻസും നടക്കുന്നത് ചേർച്ചിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അവസാന ക്വസ്റ്റ്യനാണ്. റൈറ്റ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് എനി ടു ഓഫ് ദ ഫോളോയിങ്. രണ്ടെണ്ണമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എഴുതാനായിട്ട്. പക്ഷെ ഞാനിതിൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു 5 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 5 എണ്ണവും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയില്ലല്ലോ ഏതാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അപ്പം നമുക്ക് മൊത്തമായിട്ട് പഠിക്കാം കേട്ടോ പഠിക്കുമ്പോൾ. ഫസ്റ്റ് വൺ, ലേഡി ലാസറസ്. Lady Lazarus is one of Sylvia Plath's most famous confessional poems. The poem presents a speaker who describes her repeated experiences of death and rebirth. Plath transforms a person suffering into powerful art and presents the speaker as a strong and rebellious figure. സിൽവിയ പ്ലാത്ത് ആണ് ലേഡി ലാസറസ് എന്ന് പറയുന്ന ഒരു കൺഫെഷണൽ പോയം എഴുതിയിട്ടുള്ളത്. അവളുടെ ജീവിത അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്, അവൾ അനുഭവിച്ചിട്ടുള്ള വേദനകളെയും കഷ്ടപ്പാടുകളെയൊക്കെ കുറിച്ചിട്ടാണ് എഴുതുന്നത്.
അവൾ പറയുന്നത് അവൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഡെത്തിൻ്റെയും റീബേർത്തിൻ്റെയും എക്സ്പീരിയൻസസുകൾ ധാരാളമായിട്ടുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കുറേ പ്രാവശ്യം മരിച്ചു എന്നോ പുനർജനിച്ചു എന്നോ അല്ല പറയുന്നത്, മറിച്ച് അവൾക്കുണ്ടായ വേദനകളെയാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. പ്ലാത്ത് ഇവിടെ ട്രാൻസ്ഫോംസ് പേഴ്സണൽ സഫറിങ്സ് ഇൻറ്റു പവർഫുൾ ആർട്ട്. എന്ന് വെച്ചാൽ അവൾക്ക് ഉണ്ടായിട്ടുള്ള പേഴ്സണലി ധാരാളം ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ മറികടക്കാനായിട്ട് അവൾ പവർഫുൾ ആർട്ടിൽ കൂടിയാണ് അത് പ്രസൻറ്റ് ചെയ്തത്. ഷീ സേസ് ദാറ്റ് അവൾ പറയുന്നത് ദ സ്പീക്കർ ആസ് എ സ്ട്രോങ് ആൻഡ് റിബലിയസ് ഫിഗർ ആയിട്ടാണ് നമുക്കിവിടെ കണക്കാക്കുന്നത്. അവൾക്കുണ്ടാകുന്ന ഓരോ വേദനകളും വിഷമങ്ങളും ഒക്കെ പവർഫുൾ ആർട്ടുകളാക്കി മാറ്റുകയാണ്. എന്നിട്ട് അവളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് മാറുന്നത്. ഒരു റെബലിയസ് ഫിഗറിനെയാണ് നമുക്ക് പ്ലാത്തിലൂടെ, സിൽവിയ പ്ലാത്തിനെ നമുക്ക് കാണാൻ സാധിക്കുക. ദ സെൻട്രൽ തീം ഓഫ് ദ പോയം ഈസ് ഡെത്ത്, സർവൈവൽ ആൻഡ് റീബർത്ത്. ദ സ്പീക്കർ ട്രീറ്റ്സ് ഹെർ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ആസ് പെർഫോമൻസസ് ആൻഡ് ഡിക്ലെയർസ് ദാറ്റ് ഡൈയിങ് ഈസ് ആൻ ആർട്ട്. ത്രൂ ദിസ് ഐഡിയ Plath explores the relationship between suffering and creativity. The speaker refuses to remain a victim and emerges stronger after every fall. ഈ പോയത്തിലെ സെൻട്രൽ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് ഡെത്തും സർവൈവൽ അതുപോലെ റീബേർത്തുമാണ്. സ്പീക്കർ പറയുന്നത് അവൾ ധാരാളം പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്രയും വേദനയും വിഷമവും അവൾക്ക് തീർത്തും പറ്റാത്ത അവസ്ഥയിലാണ് അവൾ അങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത്. പക്ഷെ പിന്നീട് അപ്പോൾ അവൾ വീക്കായിരുന്നു. അതിന് ശേഷം അവൾക്ക് മനസ്സിലായി അവൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൾക്കൊന്നും കൂടി ഒരു ബോധ്യം വന്നു. അപ്പോഴാണ് അവൾ പറയുന്നത് ഡൈയിങ് എന്ന് പറഞ്ഞത് അവളൊരു ആർട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡൈയിങ് ഈസ് ആൻ ആർട്ട്. അവളുടെ ആ സൂയിസൈഡ് അറ്റംപ്റ്റുകളെ അവൾ കല എന്ന രൂപത്തിൽ അവൾ എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പ്ലാത്ത് അവളുടെ എക്സ്പ്ലോർ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സഫറിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി. വേദനകളെയും വിഷമങ്ങളെയും ക്രിയേറ്റിവിറ്റിയുടെ രൂപത്തിൽ, അവളുടെ കഴിവിൻ്റെ ആ രൂപത്തിൽ അവൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. സ്പീക്കർ റെഫ്യൂസസ് ടു റിമെയിൻ എ വിക്ടിം ആൻഡ് എമർജസ് സ്ട്രോങ്ങർ ആഫ്റ്റർ എവറി ഫോൾ. ഓരോ പ്രാവശ്യവും അവൾക്ക് വേദനയും വിഷമവും ഉണ്ടായിട്ട് അവൾ ഇല്ലാതാകുമ്പോഴും അവൾ വീഴുമ്പോഴും ഒക്കെ അവൾ പിന്നെയും റേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? അവളുടെ ഈ ഒരു ആർട്ട് ഫോമിലൂടെ. ദ പോയം ഈസ് റിച്ച് ഇൻ വിവിഡ് ഇമാജറി, സിംബോളിസം ആൻഡ് ഐറണി. ദ ടൈറ്റിൽ റെഫേഴ്സ് ടു ദ ബിബ്ലിക്കൽ ഫിഗർ ലാസറസ് who was raised from the dead. The speaker also compares herself to the phoenix, the mythical bird that rises from its own ashes. These images emphasize resilience and regeneration. ഈ ഒരു പോയത്തിലെ ലേഡി ലാസറസ് എന്ന് പറയുന്ന ലാസറസ് എന്ന ഒരു പദം അത് ബൈബിളിലെ ലാസറസ് എന്ന് പറയുന്നത് മരിച്ചിട്ട് പിന്നെ വീണ്ടും പുനർജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെയും ഇവൾ പറയുന്നത്, പോയിന്റ് പറയുന്നത് അവൾ മരിച്ചു, അവൾ വേദനകളാൽ വിഷമങ്ങളാൽ മരിച്ചു കഴിഞ്ഞു. അവൾ പല പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി, പക്ഷേ അവൾക്ക് പുനർജീവൻ ലഭിക്കുകയാണ്. അങ്ങനെയാണ് ലാസറസുമായിട്ട് അവൾ കമ്പാരിസൺ നടത്തുന്നത്. പിന്നെ ഫീനിക്സ് എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ ബേർഡാണ്. ഫീനിക്സ് എന്ന് പറയുന്നത് ചാരത്തിൽ കത്തിയ ശേഷം, തീയിൽ കത്തി ചാരമായതിന് ശേഷം ആ തീയിൽ നിന്നും അല്ലെങ്കിൽ ആ ചാരത്തിൽ നിന്നും പിന്നെയും ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് ഒരു വിശ്വാസം ഉണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അവൾ പറയുന്നത് അവൾ ഇല്ലാതായതിന് ശേഷം പിന്നെയും അവൾ റേസ് ആവുകയാണ്, അവൾ ജീവിക്കുകയാണ്, റീബേർത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് ലാസറസ് എന്നത് ബിബ്ലിക്കൽ ലാസറസ് ആയിട്ട് കണക്കാക്കുകയും അതുപോലെ അവൾ ഈ പറയുന്ന ഫീനിക്സ് എന്ന് പറയുന്ന ഈ ബേർഡുമായിട്ടും കമ്പയർ ചെയ്യുന്നത്. The tone of the poem is angry, defiant, and triumphant. By the end, the speaker rises above those who try to control or exploit her. Thus, Lady Lazarus is a powerful expression of female strength, resistance, and self-assertion.
ഇവിടെ പോയത്തിൻ്റെ ടോൺ എന്ന് പറയുന്നത് ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്, കോപമാണ്. ഡെഫിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കാരാണ്. അതുപോലെ ട്രയംഫൻ്റ് എന്ന് പറഞ്ഞാൽ വിജയമാണ്. അപ്പോൾ ഇതാണ് പോയത്തിൻ്റെ ടോൺ. അങ്ങനെ ഇവിടെ ഈ ലേഡി ലാസറസ് അവളിനെ ആരൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടോ, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോ, അവരെക്കാട്ടിലൊക്കെ ഉയരാനായിട്ട് അവൾ ശ്രമിക്കുകയാണ് വെച്ചാൽ അവളിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെക്കാട്ടിലും അവൾ വിജയം കൈവരിക്കാനായിട്ട് ശ്രമിച്ചത് അവളുടെ ഈ ആർട്ട് വർക്കിൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫീമെയിൽ സ്ട്രെങ്ത്തിൻ്റെ ഒരു പവർഫുൾ എക്സ്പ്രഷനായിട്ട് നമുക്ക് ലേഡി ലാസറസിനെ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. A valediction forbidding morning is one of John Donne's greatest love poems and an excellent example of metaphysical poetry. Written when Donne was leaving his wife for a journey, the poem argues that true love remains unaffected by physical separation. ജോൺ ഡണ്ണിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലവ് പോയമാണ് എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. ഇതൊരു മെറ്റാഫിസിക്കൽ പോയട്രിക്ക് വളരെ ഉത്തമമായിട്ടുള്ള എക്സാമ്പിളാണ്. ഇവിടെ ഡോൺ അദ്ദേഹത്തിൻ്റെ വൈഫിനെ വീട്ടിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തനിച്ചാക്കിക്കൊണ്ട് ഒരു ജേണിക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഫിസിക്കൽ സെപ്പറേഷൻ അവർ തമ്മിലുണ്ടാകുമ്പോഴും അവരുടെ സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ പോയത്തിൻ്റെ തീം. The poem's central theme is spiritual love. Donne suggests that genuine lovers do not need to mourn temporary separation because their souls remain united. Unlike ordinary lovers who depend on physical presence, spiritual lovers are connected at a deeper level. ഈ ഒരു പോയത്തിലെ തീം എന്ന് പറയുന്നത് സ്പിരിച്വൽ ലവ് ആണ്. അദ്ദേഹം പറയുകയാണ് ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഈ കുറച്ച് നേരത്തേക്ക് തൻ്റെ ബിലവഡിനെ തനിച്ചാക്കിക്കൊണ്ട് താൻ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഒരു ആബ്സെൻസ് കാണുമ്പോൾ തന്നെ വിഷമിക്കുന്ന ധാരാളം പേരുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ വിഷമിക്കുന്നവർ അതൊരു സ്പിരിച്വൽ ലവ് അല്ല കാണുന്നത്, മറിച്ച് അതൊരു ടെമ്പററി സെപ്പറേഷൻ ആണല്ലോ. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഓർഡിനറി ലവേഴ്സിനെയാണ് അദ്ദേഹം അങ്ങനെ കണക്കാക്കുന്നത്. ഓർഡിനറി ലവേഴ്സിനാണ് ഈ പറയുന്ന വിഷമം കാണുക. അതേസമയം സ്പിരിച്വലി ബോണ്ട് ആയിട്ടുള്ള ലവേഴ്സ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം അവർ ഡീപ്പർ ലെവലിൽ കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിസിക്കലല്ല, മറിച്ച് സ്പിരിച്വലാണ്. The most famous feature of the poem is the metaphysical conceit of the compass. Donne compares the lovers to the two legs of a compass. One leg remains fixed while the other moves around, yet both remains connected and eventually come together. This image beautifully illustrates the strength and unity of true love. ഇവിടെ ഇദ്ദേഹം ഈ ലവേഴ്സിനെ ഒരു കോമ്പാസിൻ്റെ രൂപത്തിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. കോമ്പാസിന് 2 ലെഗ്സ് ഉണ്ട്. അതിൽ ഒന്ന് കുത്തിയിട്ടാണ് മറ്റേതിങ്ങനെ വരയ്ക്കുന്നത്, റൗണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ സെപ്പറേറ്റഡ് ആണ് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത്. പക്ഷെ അറ്റ് ദി എൻഡ് എന്താ ചെയ്യുന്നത്, ഇത് അഗെയിൻ ഇറ്റ് കംസ് ബാക്ക് ടുഗെദർ, ഇത് ഒരുമിച്ചാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 2 കോമ്പോസും ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു പോയിന്റിൽ നിന്നുമാണ് എന്നുള്ള ഒരു ഇന്നർ മീനിങ് ആണ് ഇവിടെ നൽകുന്നത്. ഇതാണ് യൂണിറ്റി ഓഫ് ട്രൂ ലവ്. The poem is marked by intellectual arguments, logical reasoning and striking imagery. Its calm and confident tone reflects Donne's belief that love transcends distance and time. The poem remains a masterpiece of metaphysical poetry. അതേസമയം ഈ പോയത്തിൽ ധാരാളം ക്രിട്ടിക്സ് ഉണ്ടായിരുന്നു, കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ലോജിക്കൽ റീസണിങ് ആണ് അതിൻ്റെ ഒരു വലിയ കാരണം. പല പോയറ്റ്സും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഡിസ്റ്റൻസും ടൈമും ഇതൊക്കെ തന്നെ ഒരു ലവ് എന്ന ആ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.
പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ടാണ് ഡോൺ ഇങ്ങനെ ഒരു മെറ്റാഫിസിക്കൽ പോയട്രി അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്നും ഒരു മാസ്റ്റർ പീസായിട്ട് പോയട്രികളിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് അക്സെപ്റ്റബിൾ ആണ്. അടുത്തതായിട്ട് ഫേൺ ഹിൽ. Fern Hill is a nostalgic and lyrical poem in which Dylan Thomas recalls the happiness of his childhood spent in the Welsh countryside. The poem celebrates innocence, nature, and youthful freedom while also reflecting on the passage of time. ഇവിടെ ഫേൺ ഹിൽ എന്ന് പറയുന്നത് ധ്യലാൻ തോമസ് എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പോയമാണ്. വെൽഷ് കൺട്രി സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഒരു ഇന്നസെൻസ് അതുപോലെ തന്നെ നേച്ചർ, യൂത്ത്ഫുൾ ഫ്രീഡം ഇതൊക്കെ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും പാസേജ് ഓഫ് ടൈമിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ വർഷവും കഴിയും തോറും ആ പറയുന്ന ഇന്നസെൻസ് കുറഞ്ഞു വരികയാണ്, വളരുകയാണ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡ് കഴിയുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചും ഇവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ദ സെൻട്രൽ തീം ഓഫ് ദ പോയം ഈസ് ദ ലോസ് ഓഫ് ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്. The speaker remembers a time when he lived joyfully and freely in harmony with nature. The farm appears like an Edenic paradise where everything is beautiful and full of wonder. ഇനി അദ്ദേഹം ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ തീമായിട്ട് വെച്ചിരിക്കുന്നത് ലോസ് ഓഫ് ചൈൽഡ്ഹുഡ് ഇന്നസെൻസ് ആണ്. സ്പീക്കർ ഇവിടെ ഓർമ്മിക്കുകയാണ്, ഒരു സമയത്ത് വെൻ ഹി ലിവ്ഡ് ജോയ്ഫുള്ളി ആൻഡ് ഫ്രീലി ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം സമയത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. വെൻ ഹി വാസ് യങ് അദ്ദേഹം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? വളരെ സന്തോഷത്തോടെ നേച്ചറിൽ പാറി പറന്ന് വളരെ ഫ്രീ ആയിട്ട് പീസ്ഫുള്ളി സമാധാനപരമായിട്ട് ജീവിച്ചിരുന്നു. അതേസമയം ആ സമയത്ത് ഫാം എന്ന് പറയുന്നത് അപ്പിയേഴ്സ് ലൈക്ക് എത്നിക് പാരഡൈസ്, വളരെ സന്തോഷമായിട്ടുള്ള എന്താ പറയുക ഒരു സ്വർഗം പോലെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത സമയം. വളരെ മനോഹരമായിരുന്നു, വളരെ വണ്ടർഫുള്ളായിരുന്നു. Nature plays an important role in the poem. The green fields, animals, sunlight, and countryside create a vivid pastoral setting. Thomas uses rich imagery and musical language to convey the beauty of childhood experience. തോമസ് ധ്യാലാൻ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസിനെ വളരെ മനോഹരമാക്കി അവതരിപ്പിക്കാനായിട്ട് കുറേ അധികം വിവിഡ് പാസ്റ്റൽ സെറ്റിങ്സുകൾ, ഇമേജറീസ്, മ്യൂസിക്കൽ ലാംഗ്വേജസ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ഗ്രീൻ ഫീൽഡ്സ്, ആനിമൽസ്, സൺലൈറ്റ്, കൺട്രി സൈഡ്, ഇതെല്ലാം തന്നെ കൺട്രി സൈഡൊക്കെ എന്താ പറയുക പച്ചപ്പോട് കൂടി നിറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മനോഹരമായിട്ടുള്ള കാവ്യ ഭംഗിയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. However, beneath the joy lies the awareness of time. The phrase green and dying suggests that even in youth, the process of aging has already begun. The poem ends with the realization that time eventually destroys innocence. Thus, Fern Hill is both a celebration of childhood and a meditation on the inevitability of change. ഈ ഒരു പോയം എങ്ങനെയാണെങ്കിലും നമുക്കത് മനസ്സിലാക്കി വരുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ പോയം നമുക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന ജോയ്, ഇന്നസെൻസ് ഇതൊക്കെ ചൈൽഡ്ഹുഡിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും പാസിങ് ഓഫ് ടൈം, സമയം കടന്നു പോകും തോറും അഡൾട്ടായി അല്ലെങ്കിൽ ആ ഒരു യങ് ഏജിലോട്ട് മാറുമ്പോൾ തന്നെ ഈ പറയുന്ന ഇന്നസെൻസൊക്കെ ഇല്ലാതാകുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും നമുക്കിതിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസസുകളിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നെക്സ്റ്റ്, ദ ട്രയംഫ് ഓഫ് ലൈഫ്. The Triumph of Life is Shelley's final and unfinished poem. It is a complex allegorical work that examines the power of worldly life and its effect on humanity. The poem is written in terza rima, a verse form associated with Dante. The Triumph of Life എന്ന് പറയുന്നത് ഷെല്ലിയുടെ മനോഹരമായിട്ടൊരു പോയം ആണെങ്കിൽ കൂടി അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പോയവും അതുപോലെ തന്നെ അതൊരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പോയമാണ്. 1822 അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹം ഈ ഒരു പോയം
എഴുതാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോയം അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാഞ്ഞതും. ഇതൊരു അലാഗോരിക്കൽ വർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കവിതയിലെ വ്യക്തികളാവട്ടെ, മീൻസ് കഥാപാത്രങ്ങളാവട്ടെ, സംഭവങ്ങളാവട്ടെ, അതൊക്കെ ആഴത്തിൽ ഒത്തിരി മീനിങ് നൽകുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഷെല്ലി ഭൗതികമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ട് ഇങ്ങനെയാണ് ഈ ഒരു പോയത്തിൽ അവതരിപ്പിക്കുന്നത്. ഭൗതികമായിട്ടുള്ള ഈ സുഖസൗകര്യങ്ങളും കുറേ അധികം ഈ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളും ഇങ്ങനെ സമ്പത്ത്, അധികാരം, പ്രശംസ, ഇങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളാൽ മനുഷ്യർ നിറഞ്ഞതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ജ്ഞാനം, സന്തോഷം ഇതെല്ലാം മനുഷ്യർ നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് ഷെല്ലി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ പോയം എഴുതിയിരിക്കുന്നത് ടെർസ റിമ എന്നുള്ള ആ ഒരു പാറ്റേണിലാണ്. ടെർസ റിമ എന്ന് പറയുന്നത് ABA, BCB, CDC, DED ഈ ക്രമരീതിയാണ്. The main theme of the poem is a struggle between truth and illusion. Shelley presents life as a powerful chariot that drags human beings into a world of ambition, desire and corruption. Even great thinkers, rulers and poets are unable to escape its influence. ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് സ്ട്രഗിൾ ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് ഇല്യൂഷനാണ്. ഇവിടെ ഷെല്ലി പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ജീവിത രീതിയാണ്. ഇവിടെ മനുഷ്യർ ഈ പറയുന്ന അംബീഷൻ, ഡിസയർ, കറപ്ഷൻ ഇതിലെല്ലാം മുഴുകിയിരിക്കുകയാണ്. അത് സാധാരണ മനുഷ്യർ മാത്രമല്ല, മറിച്ച് തിങ്കേഴ്സ് ആവട്ടെ, റൂളേഴ്സ്, പോയറ്റ്സ്, ഇവർക്ക് ആർക്കും തന്നെ ഇതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാവരും അധികാരങ്ങളുടെയും കറപ്ഷൻ്റെയും ഇതിൻ്റെ പിന്നാലേക്കാണ്. ഒരു ഭൗതികമായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. The poem contains rich symbolism and dreamlike imagery. The chariot of life symbolizes the forces that control human existence. Through allegory, Shelley questions whether human beings can ever achieve true freedom or wisdom. ഇവിടെ പോയത്തിൽ നിറച്ച് കംപ്ലീറ്റ് റിച്ച് സിംബോളിസവും ഡ്രീം ലൈക്ക് ഇമാജറീസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ദ ചാരിയറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഈ പവറുകളെ കുറിച്ചിട്ടാണ്. ഇവിടെ ഷെല്ലി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സിന് ശരിക്കും ട്രൂ ആയിട്ടുള്ള, സത്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും വിസ്റ്റമൊക്കെ ലഭിക്കുക. ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പോയത്തിൽ ധാരാളം സിംബോളിസവും ഡ്രീം ലൈക്ക് ഇമേജറീസും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു പോയത്തിൻ്റെ ഹെഡിങ് തന്നെ ദ ചാരിയറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മനുഷ്യർ അധികാരങ്ങളിലും ഈ പറയുന്ന ഭൗതിക ജീവിതത്തിലും കുറേ കുടുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ട്രൂ ഫ്രീഡമോ ട്രൂ വിസ്റ്റമോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ഇനി ലഭിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. The unfinished nature of the poem adds to its mystery and philosophical depth. It leaves readers with unanswered questions about existence, knowledge and destiny. Therefore, The Triumph of Life is considered one of Shelley's most profound and thought-provoking works. ഈ ഒരു ഷെല്ലിയുടെ പോയം അൺഫിനിഷ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയായിരിക്കും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള തീംസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇത് എഴുതിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള പോയം ആയിട്ട് ഇത് റീഡേഴ്സിന് ഫീൽ ചെയ്തതും അവിടെ അവർക്ക് റീഡേഴ്സിന് അൺആൻസർഡ് ആയിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഇവിടെ നൽകപ്പെടുകയും ചെയ്യുകയാണ്. മനുഷ്യരുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടും ട്രൂ നോളജിനെ കുറിച്ചിട്ടും ഡെസ്റ്റിനിയെ കുറിച്ചും എല്ലാം. കാരണം ഈ പോയം ഫിനിഷ് ചെയ്യാത്തത് കൊണ്ട് റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി റീഡേഴ്സ് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലൂടെയാണ് ഈ ഒരു പോയത്തിനെ നോക്കിക്കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫൈനലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലണ്ടൻ. London is one of William Blake's most powerful poems and a strong criticism of social injustice and oppression. The poem describes a walk through the streets of London where the speaker observes the sufferings of ordinary people.
ലണ്ടൻ എന്നത് വില്യം ബ്ലേക്സിൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ് നൽകുന്നത്. അത് എന്തിനുള്ള ക്രിറ്റിസിസമാണെന്ന് വെച്ചാൽ സോഷ്യൽ ഇൻജസ്റ്റിസിനും ഒപ്രഷനും ഇതിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നത്. ഈ പോയം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ലണ്ടൻ സ്ട്രീറ്റ്സിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹം കാണുന്ന കുറേ അധികം കാഴ്ചകളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനിൽ അദ്ദേഹം മനസ്സിലാക്കുന്നത് സഫറിങ് ഓഫ് ഓർഡിനറി പീപ്പിൾ ആണ് ഇതിലെ തീം. The central theme of the poem is the corruption of society. Blake shows how institutions such as the church, the government, and social systems exploit and oppress people. The repeated use of the word every emphasizes that suffering is widespread throughout the city. ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ തീമായി വരുന്നത് കറപ്ഷൻ ഓഫ് സൊസൈറ്റിയാണ്. സമൂഹത്തിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന അഴിമതികളാണ് അദ്ദേഹം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ബ്ലേക്ക് പറയുകയാണ് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ചർച്ച്, ഗവൺമെൻറ്, അതുപോലെ സോഷ്യൽ സിസ്റ്റംസ് സാധാരണ ജനങ്ങളെ എങ്ങനെയാണ് അവർ ഒപ്രസ് ചെയ്യുന്നത്, എത്രമാത്രം അവരിൽ നിന്നും കറപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഇല്ലാതാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു പോയത്തിൽ റിപ്പീറ്റായിട്ടൊരു വേർഡ് കാണാൻ സാധിക്കും, എവരി. ഈ എവരി എന്നുള്ള വേർഡ് കൊണ്ട് അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് സഫറിങ് ഈസ് വൈഡ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ സിറ്റി. സിറ്റിയിൽ മുഴുവനായിട്ടും സഫറിങ് സ്പ്രെഡായിട്ടുണ്ട്, അല്ലെങ്കിൽ വേദനയും വിഷമങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞിട്ടുണ്ട്. The poem highlights the misery of different groups including chimney sweepers, soldiers and young women. Their pain reflects the harsh realities of industrial society. Blake suggests that human beings are trapped by mind-fogged manacles, meaning the mental and social restrictions imposed by society. പോയം ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് വ്യക്തികളാണ് ചിമ്നി സ്വീപ്പേഴ്സ്, സോൾജിയേഴ്സ് ആൻഡ് യങ് വിമൺ. ഇവരുടെയൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പുകളുടെയൊക്കെ മിസറി ലൈഫ് ആണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. ഇവരെ ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഈ ഒരു പോയത്തിൽ കാണുന്ന ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഫ്രേസാണ് മൈൻഡ് ഫോഗ്ഡ് മാനക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് മനുഷ്യന്മാരെല്ലാം തന്നെ ഒരു ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ ട്രാപ്പ് എന്ന് പറയുന്നത് മെൻ്റൽ ആൻഡ് സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ സൊസൈറ്റി. സൊസൈറ്റിയിൽ കുറേ അധികം റൂൾസും റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മനുഷ്യ മനസ്സിൽ അത് വന്നിരിക്കുന്നത് ചേർച്ച്, അതുപോലെ ഗവൺമെൻറ്, സൊസൈറ്റി, ഇവരെല്ലാമാണ് ഈ പറയുന്ന റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അകപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സാധാരണ ജനങ്ങൾ ഇതുപോലെ അനുഭവിക്കേണ്ടി വരുന്നതും. The poem is simple in language but powerful in effect. Through repetition, imagery and symbolism, Blake creates a vivid picture of a city filled with suffering and despair. London remains an important poem because of its strong message against injustice and its concern for human freedom. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് അദ്ദേഹം പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. അത് അദ്ദേഹം കുറേ അധികം എന്താ പറയുക, ഇമേജറീസ്, സിംബോളിസം, പിന്നെ റിപ്പീറ്റേഷൻ ഓഫ് വേർഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വിവിഡ് പിക്ചർ ക്രിയേറ്റ് ചെയ്യാനാണ്. ആ സിറ്റിയെക്കുറിച്ചുള്ള വിവിഡായിട്ടുള്ള പിക്ചർ. സിറ്റിയുടെ പ്രത്യേകത എന്താണ്? കംപ്ലീറ്റ് ഫുൾ ഓഫ് സഫറിങ്ങും ഡിസ്പെയറുമാണ്. ഇനി ലണ്ടൻ റിമെയിൻസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയം. ലണ്ടൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടൊരു പോയമാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ്. കാരണം ഇത് നൽകുന്ന ഒരു സ്ട്രോങ് മെസ്സേജ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. അവർ നേരിടുന്ന ഇൻജസ്റ്റിസ്, അവർ നേരിടുന്ന ഒരു എന്താ പറയുന്നത് കറപ്ഷൻ, ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഇവിടെ കൺക്ലൂഷനിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ പറയട്ടെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയും ഞാൻ എന്താ പറയുക, എൻ്റെ ത്രോട്ട് അത്രയും ക്ലിയർ അല്ല.
അപ്പം ഞാൻ ഇത് 1-2 ദിവസം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. Conclusion: These 5 poems represent different literary periods and poetic styles, yet all of them explore important human experiences. Lady Lazarus deals with survival and rebirth. A Valediction forbidding mourning celebrates spiritual love. Fern Hills reflects on childhood and time. The Triumph of Life questions the meaning of existence. And London condemns social injustice. Together they demonstrate the richness and diversity of English poetry. അപ്പോൾ 5 എണ്ണം നമ്മളിപ്പോൾ കണ്ടതിലെ ഒരു കൺക്ലൂഷനാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക, പഠിക്കുക. So thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.